മുല്ലപ്പെരിയാറിൽ ബേബി ഡാമും എർത്ത് ഡാമും ബലപ്പെടുത്തണമെന്ന് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്തയച്ചു. കേന്ദ്ര സർക്കാർ നിർദ്ദേശം തമിഴ്നാടിൻ്റെ ആവശ്യപ്രകാരമാണ്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നു. അരുൺ, എന്താണ് വിശദാംശങ്ങൾ? സനീഷ്, സംസ്ഥാനത്തെ സർക്കാരിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന, കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന കാര്യങ്ങളാണ് പുറത്തുവരുന്നത്. ഏറ്റവും അവസാനമായി പുറത്തുവരുന്നത് കേന്ദ്രം സംസ്ഥാന സർക്കാരിന് അയച്ച ഒരു കത്താണ്. ഈ കത്തിൽ പ്രധാനമായും കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനപ്രകാരം, ശുപാർശ പ്രകാരം അയച്ച കത്തിൽ പറയുന്നത് മുല്ലപ്പെരിയാറിലെ ബേബി ഡാം ബലപ്പെടുത്തണമെന്നാണ്. ഇത് തമിഴ്നാടിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്നാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം വേണ്ട, ബേബി ഡാം ബലപ്പെടുത്തിയാൽ ജലനിരപ്പ് ഉയർത്താൻ കഴിയും, അതുകൊണ്ടൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന് തമിഴ്നാടിന്റെ വാദങ്ങൾക്ക് ശക്തി പകരുന്ന ഒരു കത്താണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അയച്ചിരിക്കുന്നത്. ബേബി ഡാമിന്റെ അപ്രോച്ച് റോഡ് ബലപ്പെടുത്തണമെന്നും കേന്ദ്ര ജല കമ്മീഷൻ കേരളത്തിന് അയച്ച കത്തിൽ നിർദ്ദേശിക്കുന്നു. തമിഴ്നാടിന്റെ നിർദ്ദേശപ്രകാരമാണ് ജല കമ്മീഷൻ ഒരു കത്ത് സംസ്ഥാനത്തിന് അയച്ചിരിക്കുന്നത്. കേന്ദ്ര ജല ജോയിന്റ് സെക്രട്ടറിയാണ് സംസ്ഥാന ജലവിഭവ സെക്രട്ടറി കെ ജോസിന് ഈ കത്ത് അയച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ, അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ആവശ്യങ്ങളുമായി ചേർന്ന് പോകുന്ന ഒരു നിലപാട് കൂടിയാണ് കേന്ദ്ര ജല കമ്മീഷൻ ഈ വിഷയത്തിലും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംസ്ഥാന താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. സനീഷ്, സംസ്ഥാനത്തിൻ്റെ നിലപാടിന് ക്ഷീണമുണ്ടാകുന്നൊരു കാര്യമാണ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഈ ബേബി ഡാം ബലപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ തർക്കങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും നടക്കുന്നത്. അവിടെ 15 മരങ്ങൾ മുറിക്കുന്നതിന് ഉത്തരവ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നിയമസഭയിൽ നടക്കുമ്പോൾ തന്നെയാണ്, അക്കാര്യത്തിലെ പ്രതിഷേധം നടക്കുമ്പോൾ തന്നെയാണ് കേന്ദ്രത്തിൻ്റെ നിലപാട് കേരളത്തിനെതിരാണ് എന്ന വിവരം പുറത്തു വരുന്നത്. ഇതിനെന്ത് മറുപടിയായിരിക്കും സംസ്ഥാനം നൽകുക? കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായിട്ട് ഇത് ബേബി ഡാം ബലപ്പെടുത്തണമെന്ന ആവശ്യം വരുമ്പോൾ അത് തള്ളിക്കളയാനാകുന്നതാണോ കേരള സർക്കാരിന്? ഒപ്പം അങ്ങനെയെങ്കിൽ തള്ളിക്കളയാതെ നിൽക്കുകയാണെങ്കിൽ ഈ മരംമുറി ഉത്തരവിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യവും വരില്ലേ? സംസ്ഥാനം ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വസ്തുത. അത്തരത്തിൽ ബേബി ഡാം ബലപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാറിൽ പുതിയ ഡാമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യം പ്രത്യക്ഷത്തിൽ തന്നെ തള്ളിപ്പോകും. മുല്ലപ്പെരിയാറിൽ ബേബി ഡാം ബലപ്പെടുത്തിയാൽ പിന്നീട് പുതിയ ഡാമിന്റെ ആവശ്യമില്ല. അതാണ് തമിഴ്നാട് സർക്കാരിന്റെ വാദം. അതുകൊണ്ട് ഒരു കാരണവശാലും കേന്ദ്ര സർക്കാരിന്റെയും ജല കമ്മീഷന്റെയും ഈ തീരുമാനത്തോട് സംസ്ഥാന സർക്കാർ യോജിക്കില്ല. സ്വാഭാവികമായും ഇതിനെ എതിർത്തുകൊണ്ട് ഇതിനെ അനുമതി നൽകാൻ കഴിയില്ലെന്ന നിലപാട് അറിയിച്ചുകൊണ്ടാകും സംസ്ഥാനം മറുപടി നൽകുക. ജലവിഭവ സെക്രട്ടറിക്കാണ് കത്ത് വന്നത്. ജലവിഭവ മന്ത്രിയുടെ ഓഫീസ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നാട്ടിലാണ്. അദ്ദേഹം വന്ന ശേഷമാകും ഇതിപക്ഷെ ഇതിന്റെ മറുപടി നൽകുക. സംസ്ഥാനം വളരെ ഗൗരവത്തോടെ കാണേണ്ട മറ്റൊരു വിഷയം കൂടിയാണിത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി സംസ്ഥാനത്തെ പ്രതിരോധത്തിലാക്കുന്ന നീക്കങ്ങൾ തമിഴ്നാടിന്റെ ഭാഗത്തും അതിനൊപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് മുല്ലപ്പെരിയാറിൽ ബേബി ഡാമിനോട് ചേർന്ന് അവിടെ മരങ്ങൾ മുറിക്കാൻ കൂടി ഇപ്പോൾ സർക്കാർ അനുമതി നൽകിയ വാർത്ത സർക്കാരിന് തന്നെ തിരിച്ചടിയാകുന്നത്. ഈ വിഷയങ്ങളും ഇതുമായി ചേർത്ത് വായിക്കേണ്ടതാണ്. ബേബി ഡാം ബലപ്പെടുത്തണമെന്ന് ജല കമ്മീഷൻ ആവശ്യപ്പെടുന്നു. തമിഴ്നാട് നിർദ്ദേശം സംസ്ഥാനത്തിന് കൈമാറുന്നു. അതിനൊപ്പം തന്നെ സംസ്ഥാനവും അവിടെ മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകുന്നു. ഇതെല്ലാം ചേർന്ന് പോകുന്ന വിഷയങ്ങളാണ്, ചേർത്ത് വായിക്കപ്പെടേണ്ട വിഷയങ്ങളുമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനം കൂടുതൽ പ്രതിരോധത്തിലാകുന്നത്. നേരത്തെ തന്നെ മരങ്ങൾ മുറിക്കാൻ അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്യുന്നതിനെ പറ്റിയുള്ള നിയമോപദേശം, അത് നിയമപരമായി ചെയ്യാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംസ്ഥാനം നിയമോപദേശം അഡ്വക്കേറ്റ് ജനറലിനോട് തേടിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്ന മന്ത്രിയും ഇപ്പോൾ ആശങ്കയിലാണ്. അത്തരത്തിൽ നടപടി സ്വീകരിക്കാൻ കഴിയുമോ? അതിന് പ്രധാന കാരണം ഇത്തരത്തിൽ തമിഴ്നാടിന്റെ ആവശ്യം, സുപ്രീം കോടതിയുടെ നേരത്തെയുള്ള വിധിന്യായങ്ങൾ, അതിനൊപ്പം തന്നെ കേന്ദ്ര ജല കമ്മീഷന്റെ ഒക്കെ ഈ ഒരു നിലപാടുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ അത്തരത്തിൽ കേന്ദ്ര സർക്കാർ കൂടി ആവശ്യപ്പെട്ട പ്രകാരം മരം മുറിക്കാൻ ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകുമ്പോൾ അതിൽ ഒരു ഉദ്യോഗസ്ഥന്റെ പേരിൽ മാത്രം നടപടി സ്വീകരിക്കാൻ കഴിയുമോ എന്ന ആശങ്ക സർക്കാരിനുള്ളത്. സർക്കാർ ഈ വിഷയത്തിൽ കൂടുതൽ സർക്കാർ നില പരിഗണനയിലാവുന്നു, പ്രതിരോധത്തിലാവുന്നതിനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഏതായാലും ജല കമ്മീഷന്റെ ഈ കത്തിന് എന്ത് മറുപടിയാണ് സർക്കാർ നൽകുന്ന കാര്യവും വളരെ നിർണായകമായി തീരുകയാണ്. സനീഷ്, അതാണ് അതിൻ്റെ പ്രാധാന്യം. അരുൺ, പക്ഷേ അണക്കെട്ട് അപകടത്തിലാണ് എന്നതാണല്ലോ നമ്മുടെ ഒരു നിലപാട്. അണക്കെട്ട് അപകടത്തിലാണ്. പുതിയ അണക്കെട്ട് എന്നതല്ലാതെ മറ്റൊരു പ്രശ്നപരിഹാരവുമില്ല. ശാശ്വതമായ പരിഹാരം അവിടെ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നതാണ് എന്ന് സുപ്രീം കോടതിയെ തന്നെ സത്യവാങ്മൂലത്തിലൂടെ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ. പക്ഷേ അണക്കെട്ട് അപകടത്തിലാണ് എന്ന നിലപാട് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അപകടാവസ്ഥ ഒഴിവാക്കാൻ ബേബി ഡാം ബലപ്പെടുത്തണം എന്ന തമിഴ്നാടിൻ്റെ നിലപാടായിരിക്കില്ലേ സുപ്രീം കോടതിക്കും ഈ ജല സംവിധാനങ്ങൾക്കാണെങ്കിലും കൂടുതൽ ബോധ്യമാവുക? ഈ പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ തന്നെയും ബേബി ഡാം ബലപ്പെടുത്തണം എന്ന തമിഴ്നാടിൻ്റെ വാദം
കേന്ദ്ര സംവിധാനങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കില്ലേ കേന്ദ്ര ജല സെക്രട്ടറി ഇങ്ങനെ ഒരു കത്ത് അയച്ചിട്ടുണ്ടാവുക? അക്കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടി വരില്ലേ സർക്കാരിന്? നിയമപരമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും വലിയ തർക്ക വിഷയമാണ് സനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചത്. പക്ഷേ തമിഴ്നാടിൻ്റെ ആവശ്യം അത് ഏതിലേക്കുള്ള വഴിയാണ്, അതായത് ബേബി ഡാം ബലപ്പെടുത്തണം. ബേബി ഡാം ബലപ്പെടുത്തിയാൽ മുല്ലപ്പെരിയാറിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്നാണ് തമിഴ്നാടിൻ്റെ വാദം. അതായത് ബേബി ഡാം ബലപ്പെടുത്തിയാൽ പിന്നീട് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കേണ്ട ആവശ്യകതയില്ല, ജലനിരപ്പ് 152 അടി വരെയായി ഉയർത്തി നിർത്താൻ സാധിക്കും. ആ ഒരു വാദം ഒരു കാരണവശാലും സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ കഴിയില്ല. കോടതിയിലും മുല്ലപ്പെരിയാർ ഉന്നതാധികാര സമിതിക്ക് മുമ്പിലുമൊക്കെ സംസ്ഥാനം വാദിക്കുന്നത് അതാണ്. മുല്ലപ്പെരിയാറിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ബേബി ഡാം ബലപ്പെടുത്തലല്ല, മറിച്ച് പുതിയ ഡാം നിർമ്മിക്കൽ തന്നെയാണ്. അത് സംസ്ഥാനത്തിൻ്റെ നിലപാടാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു കാര്യവും സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാനാകില്ല. ഈ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ തീരുമാനമെടുത്താൽ പോലും അത് ബേബി ഡാമിൻ്റെ ബലപ്പെടുത്തലിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. അത് മുല്ലപ്പെരിയാർ പുതിയ ഡാം എന്ന സംസ്ഥാനത്തിൻ്റെ ആവശ്യത്തിന് ഘടകവിരുദ്ധമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാർ അതിന് അനുകൂല തീരുമാനമെടുക്കാൻ ഒരു സാധ്യതയുമില്ല. തീർച്ചയായും ജല കമ്മീഷന്റെ ഈ കത്തിന്, കേന്ദ്രത്തിന്റെ കത്തിന് സംസ്ഥാന സർക്കാർ മറുപടി നൽകും. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ജലമന്ത്രിയുടെ ഓഫീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശരി, നന്ദി അരുൺ വിവരങ്ങൾക്ക്. മുല്ലപ്പെരിയാർ മരംമുറി ഉത്തരവ് റദ്ദാക്കാനാകുമോ എന്ന് നിയമോപദേശം തേടി സർക്കാർ അഡ്വക്കേറ്റ് ജനറലിനോടാണ് നിയമോപദേശം തേടിയത്. നിയമോപദേശം ലഭിച്ച ശേഷം മാത്രമേ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളുകയുള്ളൂ. മുല്ലപ്പെരിയാറിലെ വിവാദ മരംമുറി ഉത്തരവിന് മുന്നോടിയായി കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി. പരിശോധന നടന്നില്ല എന്ന് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത് വനം മന്ത്രി ഇന്ന് തിരുത്തും. അതിനനുമതി തേടി വനം മന്ത്രി എ കെ ശശീന്ദ്രൻ സ്പീക്കർക്ക് നോട്ട് നൽകി. വിവരങ്ങളുമായി അതിൻ്റെ വിശദാംശങ്ങളും വി അരുൺ തന്നെ നൽകും. മുല്ലപ്പെരിയാറിലെ പ്രശ്നപരിഹാരത്തിന് കേരള തമിഴ്നാട് മുഖ്യമന്ത്രിമാർ ചർച്ച നടത്തുമെന്നും വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. മന്ത്രിമാർ അറിഞ്ഞാണ് ഉത്തരവെന്ന് തമിഴ്നാട് മന്ത്രി പറഞ്ഞതായി കേട്ടിട്ടില്ല. നിയമവിരുദ്ധ നടപടിയായതുകൊണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. അരുൺ, എന്തൊക്കെയാണ് സഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന മറ്റു കാര്യങ്ങൾ? സഭയിൽ നിന്ന് ചോദ്യോത്തരവേളയിലാണ് കെ കൃഷ്ണൻകുട്ടി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഉത്തരവ് റദ്ദാക്കാൻ, മരംമുറി ഉത്തരവ് മരവിപ്പിക്കാൻ കാരണം അതിൽ നിയമപരമായ പ്രശ്നങ്ങളുണ്ട്. നിയമവിരുദ്ധമായ ഉത്തരവായതുകൊണ്ട് മരവിപ്പിക്കാൻ കാരണം അത് തുടർ നടപടി സ്വീകരിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇന്നലെ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാറിലെ മരംമുറി ഉത്തരവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസിന്റെ മറുപടി പറയുമ്പോഴാണ് എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയത്. ഇതുമായി ബന്ധപ്പെട്ട മുല്ലപ്പെരിയാറിൽ ഒരു സംയുക്ത പരിശോധന നടത്തണമെന്ന ആവശ്യം ഉയർന്നു വന്നു. എന്നാൽ നടന്നിട്ടില്ല എന്ന് അദ്ദേഹം സഭയിൽ പറഞ്ഞു. അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പായും ആ വിഷയം വ്യക്തമാക്കി. എന്നാൽ അത് വസ്തുതയ്ക്ക് വിരുദ്ധമാണ്. ഫെബ്രുവരിയിൽ ഇത്തരത്തിലൊരു സംയുക്ത പരിശോധന അവിടെ നടന്നിരുന്നു. ഇപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് അത് വാരാന്ത്യങ്ങളിലെ പതിവ് പരിശോധന മാത്രമെന്നാണ്. എങ്കിൽ പോലും അത്തരമൊരു പരിശോധന നടന്നു എന്നത് വസ്തുതയാണ്. അത് മന്ത്രി ഇന്നലെ സഭയിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് വിരുദ്ധവുമാണ്. അതുകൊണ്ടാണ് അത്തരമൊരു വിശദീകരണത്തിന് മന്ത്രി തയ്യാറെടുക്കുന്നത്. സ്പീക്കർക്ക് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകി ഒന്നുകിൽ മന്ത്രി പ്രത്യേക പ്രസ്താവനയായി തിരുത്തൽ സ്റ്റേറ്റ്മെന്റ് സഭയിൽ വയ്ക്കും, അല്ലെങ്കിൽ നിയമസഭാ സെക്രട്ടറി അതിന്റെ പ്രസംഗത്തിൽ ഇത്തരം തിരുത്തു വേണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ സെക്രട്ടേറിയറ്റിന് കത്ത് നൽകും. ഏതായാലും ആ വിഷയവും പ്രതിപക്ഷത്തിന് കിട്ടുന്ന വലിയൊരു ആയുധമായി മാറും. സർക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. മരംമുറി ഉത്തരവ് പോലും ഉദ്യോഗസ്ഥരുടെ മാത്രം വീഴ്ചയല്ല, അവരുടെ മാത്രം തീരുമാനമല്ല. സർക്കാർ കേന്ദ്രങ്ങൾ രാഷ്ട്രീയ തീരുമാനമെടുത്ത് നടപ്പാക്കിയ ഒരു നടപടിയാണെന്ന പ്രതിപക്ഷ വാദത്തിന് ബലം പകരുന്നതാണ് ഇത്തരത്തിൽ തിരുത്തൽ സ്റ്റേറ്റ്മെന്റ് മന്ത്രി സഭയിൽ വയ്ക്കുമ്പോഴും ഉണ്ടാവുക. കാരണം തമിഴ്നാട് മുഖ്യമന്ത്രി പറയുന്നു ഇത് കേരളത്തിലെ മന്ത്രിമാർ അറിഞ്ഞിട്ടാണ് ഈ മരം വെട്ടിന് അനുമതി തന്നതെന്ന് മന്ത്രി ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. തമിഴ്നാട് മന്ത്രി സാർ, ഇതിനകത്ത് ചോദിക്കാനുള്ളത് സാർ, ഈ ഗുരുതരമായ വെളിപ്പെടുത്തലിനെ കുറിച്ച് സർക്കാരിന്റെ മറുപടി എന്താണ് സാർ? സാർ, ദുരൈമരികൻ അങ്ങനെ മന്ത്രിമാരറിഞ്ഞു എന്ന് എവിടെയും പറഞ്ഞതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ബേബി ഡാം ബലപ്പെടുത്തിയത് കൊണ്ട് മാത്രം നമ്മുടെ ഒറിജിനൽ ഡാം ബലപ്പെട്ടതായി കണക്കാക്കില്ല. അതുകൊണ്ടാണ് റൂൾ കർവ് വച്ചിരിക്കുന്നത്. ഇത്ര വെള്ളം, അതിൽ എത്ര ലീക്കേജ്, ഇതെല്ലാം നോക്കുന്ന എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്. സാർ, നിയമവിരുദ്ധമായ നടപടി എന്നുള്ളത് കൊണ്ടാണ് അത് മരവിപ്പിച്ചത്. അതിനെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികൾ എടുക്കുക എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിച്ച് റദ്ദാക്കാനുള്ള നടപടിയാണ് അത് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി തന്നെ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നിയമ അനുസൃത അല്ലാതെ കൊടുത്തത് എന്നുള്ളത് കൊണ്ടാണ് അത് അന്വേഷിച്ചിട്ട് വേണ്ട ഒരു നടപടി എടുക്കാൻ. പ്രത്യേകിച്ച് IFS ഉള്ളതാണ്. അല്ല, അത് അടിയന്തരമായ നടപടിയെടുക്കും.
മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നിർണയം പുനഃപരിശോധിക്കണമെന്ന് കേരളം. സുപ്രീം കോടതിയിൽ കേരളം സത്യവാങ്മൂലം നൽകി. ശാശ്വത പരിഹാരം പുതിയ അണക്കെട്ട് മാത്രമാണെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പുതിയ അണക്കെട്ട് നിർമ്മിക്കണം എന്നാണ് സർക്കാരിന്റെ നിലപാടെന്നും മുല്ലപ്പെരിയാറിൽ പരിസ്ഥിതി ആഘാത പഠനം പുരോഗമിക്കുകയാണെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിയമസഭയിൽ പറഞ്ഞു. ബന്ധപ്പെട്ട കേന്ദ്ര ജല കമ്മീഷന്റെ നിലവിലുള്ള രൂപരേഖ പ്രകാരം മുല്ലപ്പെരിയാർ ഡാമിന്റെ DPR പുതുക്കുന്നതിനായി 12/2/21 സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും വിവിധ യോഗങ്ങൾ പരിഗണിച്ചിരുന്നെങ്കിലും സമയാവധിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല. മുല്ലപ്പെരിയാറിന്റെ പുതിയ അണക്കെട്ട് പണിയുന്നതിനുള്ള വിഷയങ്ങൾ തമിഴ്നാടുമായി ധാരണയിലെത്തുന്നതിനായി മുഖ്യമന്ത്രി തലത്തിൽ ഡിസംബർ യോഗം ചേരുന്നതായി തീരുമാനിച്ചിട്ടുണ്ട്. KP അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഈ സത്യവാങ്മൂലത്തിന്റെ സുപ്രീം കോടതിക്ക് മുമ്പാകെ സർക്കാർ പുതുതായി കൊടുത്ത സത്യവാങ്മൂലത്തിന്റെ പ്രാധാന്യം എന്താണ് അതിനകത്ത് വിശദമാക്കുന്നത്? സനീഷ, മറ്റന്നാളാണ് സുപ്രീം കോടതി മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ആണ് സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം കേരളം സമർപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ആണ് നിലവിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാട് തയ്യാറാക്കിയ റൂൾ കർവ് പ്രകാരം വർഷത്തിൽ 2 തവണ 142 അടിയിലേക്ക് ജലനിരപ്പ് ഉയർത്താൻ സാധിക്കും. ഇങ്ങനെ 142 അടിയിലേക്ക് ഉയർത്തുന്ന സംവിധാനത്തിൽ നിലനിൽക്കുമ്പോൾ കനത്ത മഴ പെയ്യുകയാണെങ്കിൽ മറ്റ് ഡാമുകളിലേക്ക് ജലം ഒഴുക്കിവിടേണ്ടി വരും. ആ സമയത്ത് മറ്റ് ഡാമുകളും ഏതാണ്ട് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് എങ്കിൽ സ്ഥിതി അതീവ മോശമാകുമെന്നും കേരളത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടാവുക എന്നുമാണ് ഇപ്പോൾ കേരളം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റൂൾ കർവ് അടക്കമുള്ള കാര്യങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേരളം ഈ സത്യവാങ്മൂലത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിന്റെ കാലാവസ്ഥയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നും കനത്ത മഴ, റെക്കോർഡ് മഴയാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം കേരളത്തിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് കേരളം വ്യക്തമാക്കുന്നത്. നിലവിലെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം പുതിയ അണക്കെട്ട് മാത്രമാണ് എന്നും ഈ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സനീഷ്, നന്ദി അഭിലാഷ് വിവരങ്ങൾക്ക്. മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധവുമായി AIADMK. ഡാമിലെ ജലനിരപ്പ് 142 അടിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് 5 ജില്ലകളിൽ ധർണ തുടങ്ങി. തേനി, മധുര, ദിണ്ടിക്കൽ, ശിവഗംഗ, രാമനാഥപുരം എന്നീ 5 ജില്ലകളിലാണ് AIADMKയുടെ പ്രതിഷേധം നടക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടാൻ അനുവദിച്ചതിലൂടെ കർഷക വിരുദ്ധ നിലപാടാണ് DMK കൈക്കൊണ്ടത് എന്നാണ് AIADMKയുടെ ആരോപണം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനുഷ്യൻ കുടിയേറുന്ന പുതിയ ലോകങ്ങൾ, പക്ഷിജാലം പറന്നിറങ്ങുന്ന പുതിയ ശിഖരങ്ങൾ, പേടിച്ചു പലായനം ചെയ്യുന്ന ജീവിവർഗം. പുതിയ കുളമ്പടി ഒച്ചകളുമായി ലോകം ഈ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30. സ്പെഷ്യൽ ട്രെയിൻ, സ്പെഷ്യൽ മീൽസ്, സ്പെഷ്യൽ ഓർഡർ. കുറ്റവരാരും തന്നെ ഇവിടെ ഇല്ല. നോ, എ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. സ്പെഷ്യൽ കറസ്പോണ്ടന്റ്, സ്പെഷ്യലിസം, സ്പെഷ്യാലിറ്റി, സ്പെഷ്യലൈസേഷൻ. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 9:30. രാഷ്ട്രീയം 140 കോടി ജനതയുടെ ജീവിതത്തെ തൊടുന്ന വിധം. പാടത്ത് വിളയുന്നതും പണിയിടത്തിൽ സംഭവിക്കുന്നതും. ഇന്ത്യ എന്ന വൈവിധ്യത്തിന്റെ കലവറയിലൂടെ. ന്യൂസ് 18 ഇന്ത്യ എല്ലാ ഞായറാഴ്ചയും രാവിലെ 9:30 രാത്രി 7:30. K. മുരളീധരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് വീണ്ടും നടപ്പാക്കും. അതാണ് സുഹൃത്ത്. ഇത്തവണ ഏതായാലും കേരളത്തിന്റെ സുരക്ഷ അത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. തമിഴ്നാടുമായിട്ട് സ്നേഹത്തിൽ പോകണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിനുവേണ്ടി കേരളത്തിന്റെ അവകാശങ്ങൾ അടിയറ വയ്ക്കാൻ പാടില്ല. അക്കാര്യത്തിൽ വിട്ടുവീഴ്ച. പ്രതിപക്ഷം കളവ് പ്രചരിപ്പിക്കുന്ന ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുകയാണെന്നാണ് വിജയരാഘവൻ പറഞ്ഞത്. നിരന്തരമായി കളവ് പ്രചരിപ്പിക്കുന്നു. മരമുറിയിൽ അത് തന്നെയാണ് അദ്ദേഹം എല്ലാത്തിലും അങ്ങനെയാണ്.
ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയോജകമണ്ഡലങ്ങളിലും വിജയരാഘവൻ പ്രസംഗിച്ചിരുന്നെങ്കിൽ പയ്യന്നൂർ പോലും ഞങ്ങൾ ജയിക്കുമായിരുന്നു എന്ന് പറയാറുണ്ട്. ഞങ്ങൾ അത്രയും എന്നെ കാണുന്നു. പക്ഷേ ഇന്നിപ്പോൾ 1 കോടിയുടെ കാറ് മാത്രമേ പൊതു സ്വത്തായിട്ടുള്ളൂ. KSRTC ബസ്സിന് കല്ലെറിഞ്ഞാൽ കുഴപ്പമില്ല, ട്രെയിനിന് കല്ലെറിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷെ സിനിമാ നടൻ്റെ 1 കോടിയുടെ കാറിന് ഒരു ഗ്ലാസിന് പോലും കേടുപറ്റാൻ പാടില്ല. ആ അവസ്ഥയിലേക്ക് എത്തി മാർക്സിസ്റ്റ് പാർട്ടി. അതിനാണ് ഞാൻ പറഞ്ഞത്, പിണറായിസമാണ് ഇപ്പം കേരളത്തിൽ. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർവനാശത്തിലേക്ക് കാര്യങ്ങൾ എത്തി. അത് ഞാൻ പറയും. ഈ ചക്രസമര സ്ഥാപനം ഇന്നലെ പലയിടത്തും ഗതാഗത തടസ്സം തന്നെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായോ? ജനങ്ങൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനാണല്ലോ ചക്രസ്തംഭന സമരം എന്ന് പറയും, അല്ലാണ്ട് ചക്രം ഓടിക്കാനുള്ള സമരമല്ലല്ലോ. ചക്രസ്തംഭന സമരത്തിൽ കുറച്ച് സ്തംഭനം ഉണ്ടാവും, പക്ഷേ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കുകയും വേണം, എന്നാൽ സ്തംഭനവും വേണം. അപ്പോൾ എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഇന്നലത്തെ സമരം വിജയിച്ചതിൻ്റെ മുഖ്യ കാരണം ജനങ്ങൾ നൽകിയ സഹകരണമാണ്. അവർ വല്ലതും പറഞ്ഞു 2 മണിക്കൂർ കടന്നാലും കുഴപ്പമില്ല, ഇതിൻ്റെ വിലയൊന്ന് കുറയ്ക്കണം. ഞാൻ ചോദിക്കുന്നത്, നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ എനിക്കോ സുധാകരനോ കഴിയില്ല, കാരണം പാർലമെന്റിലാണ് നിങ്ങൾ അവതരിപ്പിക്കുക. ഇവിടെ അടിയന്തര പ്രമേയത്തിന് വാക്കൗട്ട് പ്രസംഗം നടത്തേണ്ടത് പ്രതിപക്ഷ നേതാവാണ്. അത് ആ നേരത്തെ സഭയിലായിരുന്നു. അതിനുശേഷം സാധാരണ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞ് വാക്കൗട്ട് കഴിഞ്ഞാൽ പത്രക്കാരെ കാണും. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും അവിടെ സമരം തീർന്നു. അപ്പോൾ ഓരോ നേതാക്കന്മാർക്കും ഓരോ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. ചക്രസ്തംഭന സമരം KPCC നടത്തി, നിയമസഭയിൽ പാർട്ടിയുടെ UDFന്റെ നിലപാട് പ്രതിപക്ഷ നേതാവോട് അവതരിപ്പിച്ചു. രണ്ടും ഒരേ സമയത്തായിപ്പോയി. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകും. പാർട്ടി ഒരു തീരുമാനം എടുത്താൽ ഞങ്ങളൊക്കെ പാർട്ടിയുടെ കൂടെ നിൽക്കും. ഇല്ല, ഞങ്ങൾ അതെ ഗതാഗത തടസ്സം ആരും ഉണ്ടാക്കാൻ പാടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ജനങ്ങളുടെ, അതായത് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിക്ക് വേണ്ടിയും ടാക്സി തൊഴിലാളിക്ക് വേണ്ടിയും സമരം ചെയ്യുമ്പോൾ അവിടെ ഗതാഗതം തടസ്സപ്പെടുത്താൻ പാടില്ല. പക്ഷേ സിനിമ ഷൂട്ടിങ്ങിന് ഗതാഗതം തടസ്സപ്പെടുത്താമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടോ? നിയമത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അതില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അതല്ലാതെ ഞങ്ങളാരും സിനിമാക്കാർക്കൊന്നും എതിരല്ല, കലാകാരന്മാരെ ബഹുമാനിക്കുന്നവരൊക്കെയാണ് ഞങ്ങൾ. പക്ഷേ ആ ഒരു സിനിമാ നടൻ കാണിച്ച പ്രവൃത്തി അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. ഇനി ചിലപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടായിന്ന് വരാം. അതിന് പാർട്ടിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല, കാരണം പ്രവർത്തകർ വല്ലാതെ അജിറ്റേറ്റഡാണ്. അല്ല, അങ്ങനെ വല്ലതും സംഭവിച്ചാലും എന്തുകൊണ്ട് സംഭവിച്ചത് നാളെ ഞങ്ങളോട് ചോദിക്കണ്ട. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് സിനിമാക്കാർക്കൊന്നും ഞങ്ങൾ എതിരല്ല, ഷൂട്ടിങ്ങിന് ഞങ്ങൾ എതിരല്ല. പക്ഷേ ഈ നടനെ കണ്ടാൽ ചിലപ്പോൾ ആർക്കെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയാൽ അതിന് ഞങ്ങളോട് ചോദിക്കണ്ട. അത്രയും അതൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ല പബ്ലിസിറ്റി ഉണ്ടാക്കി തന്നിട്ടൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ ചില്ലിന് മറ്റേ ഇത്രയേറെ വാല്യൂ ഉണ്ട് എന്ന് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കി. ഒരു കാര്യം കൂടി, ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഈ പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുന്നതിനെതിരെ വ്യാപകമായ ഒരു എതിർപ്പൊക്കെ വരിക. അതിന്റെ ഫൈനൽ അതോറിറ്റി ഹൈക്കമാൻഡല്ലേ, ഹൈക്കമാൻഡ് തീരുമാനിച്ചോട്ടെ, വേണമെന്ന് പറഞ്ഞാൽ നടത്താം. അല്ല, മുൻ KPCC അധ്യക്ഷന്മാരൊക്കെ അതിനെ എതിരായിട്ട്, താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം അങ്ങനെ, എൻ്റെ അഭിപ്രായം കോൺഗ്രസ് പ്രസിഡന്റിനെ ഞാൻ അറിയിച്ചോളാം. ഞാൻ പരസ്യ പ്രതികരണത്തിനില്ല. ഏതായാലും ഹൈക്കമാൻഡ് എന്ത് ഈ കാര്യത്തിൽ തീരുമാനിച്ചാലും കേരളത്തിൽ നടപ്പാക്കും. എങ്ങനെ? തീർച്ചയായിട്ടും. കെ മുരളീധരനാണ് സംസാരിച്ചത്. ജോജു ജോർജിൻ്റെ അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുടെ സെറ്റിലേക്ക് എന്തെങ്കിലും പ്രവർത്തകരുടെ പ്രതിഷേധവും മറ്റുമൊക്കെ ഉണ്ടായാൽ ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അക്കാര്യം പ്രതീക്ഷിക്കണം എന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് അടക്കം. അവിടെ കെ ബാബു MLA ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുകയാണ് നിയമസഭാ ഹാളിൽ. മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. സാർ, അപ്പോൾ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, ഈ തീരുമാനം ഉണ്ടായത് മുഖ്യമന്ത്രിയും CPM-ഉം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൻ്റെ കാരണം, ഇതുവരെ നമ്മൾ സ്വീകരിച്ച സുതാര്യമായ നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ ഗോപ്യമായി കേരളത്തിൻ്റെ താല്പര്യങ്ങൾ ബലികഴിക്കുന്ന ഈ തീരുമാനം എടുക്കുന്നതിൻ്റെ പിന്നിൽ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. CPM-ന് നിങ്ങൾക്കറിയാം, കേരളം വിട്ടാൽ പിന്നെ 2 ലോകസഭാ അംഗങ്ങളുള്ളത് തമിഴ്നാട്ടിലാണ്.
അപ്പോൾ തമിഴ്നാട്ടിലെ CPM-ന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉത്തരവ് അതിരഹസ്യമായി ഇറങ്ങിയതും അതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും CPM-ഉം നിശബ്ദത പാലിക്കുന്നു. നമുക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ DMK തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവരുടെ വരവ് ചെലവ് കണക്കുകളുടെ രേഖകൾ ഹാജരാക്കി. അതിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ട് 10 കോടി രൂപ CPM-ന് കൊടുത്തുവെന്ന്. നിയമസഭാ മീഡിയ ഹാളിൽ വാർത്താ സമ്മേളനം നടത്തുകയാണ്. അതിലേക്ക് വരാം. മറ്റ് വാർത്തകളിലേക്ക്. മുൻ മിസ് കേരള അടക്കമുള്ള മോഡലുകളുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ഫോർട്ട് കൊച്ചിയിലെ ക്ലബ് 18 ഹോട്ടലിൽ പോലീസിന്റെ പരിശോധന. ഈ ഹോട്ടലിലെ പാർട്ടിക്ക് ശേഷമാണ് അപകട മരണമുണ്ടായത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, ഹോട്ടലിൽ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോലീസ് പരിശോധന നടത്തുന്നത്? ഈ മോഡലുകൾ വാഹനാപകടത്തിൽ മരിച്ചതുമായി ബന്ധപ്പെട്ടല്ലേ ഈ അന്വേഷണം? സനീഷ, ഈ അപകട മരണം അതിലേക്ക് ഇടവച്ച കാരണങ്ങളെക്കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഈ ഹോട്ടലിൽ നിന്ന് DJ പാർട്ടി കഴിഞ്ഞ് മടങ്ങവെയാണ് അപകടമുണ്ടായതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ 4 പേർ കാറിലുണ്ടായിരുന്നതിൽ രക്ഷപ്പെട്ട ഏകയാൾ, അത് അബ്ദുൾ റഹ്മാനാണ്. ഈ മരിച്ച അൻസിബ കബീറും ഇവരെല്ലാം തന്നെ ഒരു പൊതു സുഹൃത്ത്. ഇയാളായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്, കാർ ഓടിച്ചിരുന്നത്. ഇയാളാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇയാളുടെ രക്തസാമ്പിളുകൾ എന്ന് പരിശോധിച്ചതിൽ നിന്നും അടക്കം ഇതിൽ മദ്യത്തിന്റെ അംശം കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഏതാണ്ട് 185 ml അത്ര വരെ ഇതിന്റെ ഒരു അംശം കണ്ടിരുന്നു. അതിൻ്റെ ഒരു കൂടുതൽ കണ്ടിരുന്നു. നന്നായി മദ്യപിച്ചു എന്ന് തന്നെയാണ് പോലീസ് അതിൽ നിന്ന് കരുതുന്നത്. അപ്പോൾ DJ പാർട്ടി കഴിഞ്ഞ് മടങ്ങി വരവെയാണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആണ് ഈ മദ്യമടക്കം കഴിച്ചതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. അതിൻ്റെ ഒരു സാഹചര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. മാത്രവുമല്ല DJ പാർട്ടി അടക്കം അതിൽ എന്ത് നടന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ക്ലബ് 18 എന്ന് പറയുന്ന ഫോർട്ട് കൊച്ചിയിലെ ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തുന്നത്. കേസ് അന്വേഷിക്കുന്ന പാലാരിവട്ടം പോലീസിൻ്റെ CIയുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങളടക്കം, അതായത് അന്നത്തെ DJ പാർട്ടിയുടെ CCTV ദൃശ്യങ്ങൾ അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിൽ മദ്യം വിതരണം ചെയ്തു അടക്കമുള്ള കാര്യങ്ങൾ നോക്കുന്നു. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിൽ മദ്യപിച്ചിരുന്നു എന്നതും DJ പാർട്ടി കഴിഞ്ഞാണ് ഇവർ മടങ്ങി വന്നത് എന്നതും സ്ഥിരീകരിച്ചതിന് ശേഷം എക്സൈസ് ഇവരുടെ ബാർ ലൈസൻസ് അടക്കം ഈ ഹോട്ടലിൽ റദ്ദ് ചെയ്തിരുന്നു. ഇപ്പോൾ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി, ഇതിന്റെ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇപ്പോൾ ഇവിടെ പരിശോധന നടക്കുന്നത്. പരിശോധന കഴിഞ്ഞ 1 മണിക്കൂറായി പുരോഗമിക്കുകയാണ്. സനീഷ, ഡാനി, ഇങ്ങനെ ഒരു പാർട്ടിക്കകത്ത് മദ്യപാനം എന്നത്, മദ്യം ഉപയോഗിച്ചു എന്നതൊന്നും കുറ്റകരമല്ലല്ലോ ഈ നാട്ടിൽ. അപ്പോൾ അങ്ങനെ ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്തായിരിക്കും? ഈ അപകടമുണ്ടാക്കിയ വാഹനത്തിൻ്റെ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്ന കണ്ടെത്തൽ അവർക്കുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ മദ്യത്തിനപ്പുറത്ത് മറ്റു വല്ല സംശയങ്ങളും വെച്ചാണോ പോലീസിൻ്റെ ഈ പരിശോധന? പോലീസിന് അത്തരം ചില സംശയങ്ങൾ കൂടി അത് സംബന്ധിച്ച് ഉയരുന്ന ചില ആരോപണങ്ങളുണ്ട്. കാരണം ഈ പാർട്ടി ഏത് രീതിയിലായിരുന്നു, DJ പാർട്ടി ഏത് രീതിയിലായിരുന്നു, അതിനപ്പുറം ഇതിൻ്റെ ഒരു സമയപരിധി, മദ്യം നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ മദ്യം വിതരണം ചെയ്യുന്ന ലൈസൻസ് ഉള്ള ഹോട്ടലിൽ കുറ്റകരമല്ല എങ്കിൽ കൂടിയും നിശ്ചയിച്ച സമയപരിധിക്ക് അതിനു മുകളിൽ ഇത്തരം ഈ ബാർ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നോ, അവർക്ക് മദ്യം വിതരണം ചെയ്തിരുന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അത് ഉണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് ഇവരുടെ ബാർ ലൈസൻസ് റദ്ദ് ചെയ്തത്. കാരണം പറഞ്ഞ സമയപരിധിക്ക് അപ്പുറത്തേക്കും മദ്യം വിതരണം ചെയ്തിരുന്നു എന്ന് തന്നെയാണ് കണ്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പരിശോധന നടത്തുന്നത്. കാരണം ഇതിൻ്റെ CCTV ദൃശ്യങ്ങളിൽ മദ്യം വിതരണം ചെയ്ത് എത്ര സമയം വരെ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ അതിലുണ്ടായിട്ടുണ്ടോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കൊച്ചിയിലെ അടക്കമുള്ള പല ആഡംബര ഹോട്ടലുകളിലെയും നിശാ പാർട്ടികൾ വളരെയധികം തന്നെ സംശയത്തിൻ്റെ നിഴൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം ചില ആക്ഷേപങ്ങൾ ഉയരുമ്പോൾ അതിൻ്റെ കൂടി ഒരു പൂർണ്ണ സ്ഥിരീകരണം വരുത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് പോലീസ് പരിശോധന നടത്തുന്നത്. സനീഷ്, ശരി, നന്ദി ഡാനി. വിവരങ്ങൾക്ക്. വളരെ ചെറുപ്പക്കാരായിട്ടുള്ള 2 മോഡലുകളുടെ അപകട മരണത്തിന് ഇടയാക്കിയ സംഭവമായിരുന്നു അത്. അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. വളരെ ആ മേഖലയിൽ അവരുടെ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയിരുന്ന 2 ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ഇങ്ങനെ അങ്ങേയറ്റം ദുഃഖകരമായൊരു സംഭവത്തിൽ അവരുടെ ജീവൻ വെടിഞ്ഞ സംഭവം. അത് സംബന്ധിച്ച് ചില തരത്തിലുള്ള സംശയങ്ങളൊക്കെ പല അന്തരീക്ഷത്തിൽ ചില ആളുകളെങ്കിലും ഉയർന്നുണ്ട്. അത്തരം സംശയ ദൂരീകരണത്തിന് ഉള്ള ഒരു ശ്രമമാണ് പോലീസ് നടത്തുന്നതെന്ന് വേണം
മനസ്സിലാക്കാൻ. മറ്റ് വാർത്തകളിലേക്ക്. ആണവ കരാറിന്റെ പേരിൽ UPA സർക്കാരിനെതിരെ ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്താൻ കോൺഗ്രസ് തനിക്ക് കോഴ വാഗ്ദാനം ചെയ്തതായി മുൻ MP സെബാസ്റ്റ്യൻ പോളിന്റെ വെളിപ്പെടുത്തൽ. വിദേശകാര്യമന്ത്രിയായിരുന്ന പ്രണബ് മുഖർജിയാണ് ദൂതന്മാരെ അയച്ചത്. 1998 തെരഞ്ഞെടുപ്പിൽ എറണാകുളത്തെ CPM നേതാക്കൾ തന്നെ വെട്ടിനിരത്തിയെന്നതടക്കം നിരവധി വിവാദ വിഷയങ്ങൾ മറ്റന്നാൾ പുറത്തിറങ്ങുന്ന ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട്. എന്റെ കാലം എന്റെ ലോകം എന്ന് പേരിട്ടിരിക്കുന്ന ആത്മകഥയിലാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് തീരാക്കളങ്കമായി മാറിയ സംഭവങ്ങളെക്കുറിച്ച് അന്ന് MP ആയിരുന്ന സെബാസ്റ്റ്യൻ പോൾ വിശദീകരിക്കുന്നത്. പലരെയും വശത്താക്കി അവരുടെ വോട്ട് തേടുന്നതിനുള്ള ശ്രമം അന്നുണ്ടായി. അപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്തും ദൂതന്മാർ വന്നിരുന്നു. അന്ന് വലിയ തുക എനിക്ക് മാത്രമല്ല പലർക്കും ഓഫർ ചെയ്തിരുന്നു. വയലാർ രവി ആയിരുന്നു അന്ന് പാർലമെൻ്ററി കാര്യമന്ത്രി. വയലാർ രവി അടുത്ത ദിവസം പാർലമെൻറ്റിൽ എന്നെ കണ്ടപ്പോൾ അദ്ദേഹം അറിഞ്ഞു ഈ കാര്യം. പറഞ്ഞു അവരറിയാതെ വന്നതാണ്, നിങ്ങൾ സ്വതന്ത്രനൊന്നും അല്ലാതെ ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞ് രവി ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് നീക്കം ചെയ്തു. UAPA വിഷയത്തിൽ CPMന് വ്യക്തതയില്ല. UAPA ഭേദഗതി ബില്ലിൽ അനുകൂലമായി വോട്ട് ചെയ്യാത്തതിന് CPM തനിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. UAPA എന്ന നിയമത്തോട് ഏത് സാഹചര്യത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ആളാണ് ഞാൻ. CPMനെ സംബന്ധിച്ചും ആ നിയമത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. എന്നാൽ സീതാറാം യെച്ചൂരി പാർലമെന്റിൽ തന്നെ ആ നിയമത്തെ എതിർത്തുകൊണ്ടാണ് പ്രസംഗിച്ചത്. അപ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ അന്നുണ്ട്. VS പക്ഷക്കാരൻ എന്ന പേരിൽ മുദ്രകുത്തി 1998 തെരഞ്ഞെടുപ്പിൽ ഒരു വിഭാഗം CPM നേതാക്കൾ തന്നെ തോൽപ്പിച്ചതായും സെബാസ്റ്റ്യൻ പോൾ ആരോപിക്കുന്നു. VS പക്ഷമെന്നും CITU പക്ഷമെന്നും ഞാനിപ്പോൾ വെറുതെ പറയുന്നതല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടി രണ്ടായി പ്രവർത്തിക്കുന്ന കാലമായിരുന്നു. അപ്പോൾ എതിരാളികളെ വെട്ടി നിരത്തുക എന്നുവെച്ചാൽ തോൽപ്പിക്കുക. അപ്പോൾ ആസൂത്രിതമായി കണക്ക് കൂട്ടി ഒരു പരിപാടി അവർ നടത്തി. അപ്പോൾ ഞാനും അന്ന് 98 ഈ വെട്ടിനിരത്തലിന് വിധേയനായി. സെബാസ്റ്റ്യൻ പോൾ പത്രത്തിൽ എഴുതി തുടങ്ങിയതിന്റെ 60 വർഷം തികയുന്ന മറ്റന്നാൾ പുസ്തകം പ്രകാശനം ചെയ്യും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് KSRTC ബസ് ടെർമിനൽ നിർമ്മാണത്തിലെ അപാകത സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നിർമ്മാണത്തിൽ ഗുരുതര പിഴവുകളുണ്ടെന്നും നടന്നത് പകൽ കൊള്ളയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബന്ധുക്കളുടെ പേരിൽ വസ്തുക്കൾ വാങ്ങുന്നതിനും മറ്റുമായി പ്രസ്തുത തുക ചെലവഴിച്ച് പരാതിക്കാരനെ വഞ്ചിച്ചതായ പ്രതിയെ കൂട്ടി നിങ്ങൾ ബിസിനസ് പങ്കാളിയാക്കുന്നു സാർ. ഇത് ശരിയാണോ? ഗൗരവതരമായി പരിശോധിക്കണം. മാത്രമല്ല സാർ, അങ്ങയുടെ ചേംബറിൽ ഒരു യോഗം നടന്നു. ആ ചേംബറിൽ നടന്ന യോഗത്തിൽ ഈ അലിഫ് ബിൽഡേഴ്സിന്റെ ഈ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുത്തു സാർ. എത്ര ഗൗരവതരമായ തെറ്റാണ് സാർ. ആളുകളെ കബളിപ്പിക്കാനും ആളുകളെ ഈ രീതിയിൽ മോശക്കാരാക്കി ചിത്രീകരിക്കാനും നേതൃത്വം കൊടുക്കുന്ന സംവിധാനത്തിന് പച്ച പരവതാനി വിരിച്ചു കൊടുക്കുന്ന ഗൗരവതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഇത് സാർ അവസാനിപ്പിക്കുകയാണ് സാർ. ഇത് കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഈ ഗൗരവമായിട്ടുള്ള നഷ്ടം, സർക്കാരിന് കോടികൾ നഷ്ടം, കൃത്യവിലോപം, അതുപോലെ കെടുകാര്യസ്ഥത, ഇതിനെ സംബന്ധിച്ചതായിരിക്കുന്ന പ്രത്യേകമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും അതോടൊപ്പം തന്നെ നിയമസഭ നിർത്തിവെച്ച് ഇത് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെടുകയാണ് സാർ. എന്നാൽ മറ്റൊരു പാലാരിവട്ടമാണോ എന്ന് പരിശോധിക്കുന്നു എന്നായിരുന്നു ഗതാഗത മന്ത്രി ആന്റണി രാജുവിന്റെ ഒളിയമ്പ്. നിർമ്മാണം നടന്നത് UDF സർക്കാരിന്റെ കാലത്താണെന്നും ആരോപണങ്ങൾ ഭരണപക്ഷത്തിന് മേൽ ചാർത്തേണ്ടെന്നും മന്ത്രി മറുപടിയായി പറഞ്ഞു. നിർമ്മാണം നടന്നത് ഏത് കാലഘട്ടത്തിലാ? അങ്ങ് പറഞ്ഞു കമ്പി കുറവ്, സിമന്റ് കുറവ്, പാലാരിവട്ടം മറ്റൊരു പാലാരിവട്ടമാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ. പ്രതികൾ ഉടനെ കുടുങ്ങും. അങ്ങ് നിരാശനാകേണ്ടി വന്നു സാർ. ബഹുമാനപ്പെട്ട ശ്രീ മാത്യു ടി തോമസിന്റെ കാലഘട്ടത്താണ് ഈ പദ്ധതി വിഭാവനം ചെയ്തത്. പക്ഷേ സാർ, നിർമ്മാണം നടത്തിയ കാലഘട്ടത്തിൽ 3 മന്ത്രിമാരുണ്ട്. അവരുടെ പേരുകൾ അങ്ങ് ബോധപൂർവ്വം എന്തിനാണ് ഒളിച്ചു വെക്കുന്നത്? ശ്രീ VS ശിവകുമാർ, ശ്രീ ആര്യാടൻ മുഹമ്മദ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഈ 3 മന്ത്രിമാരുടെ കാലഘട്ടത്തിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ ശ്രീ ഉമ്മൻചാണ്ടിയാണ് സാർ നിർവഹിച്ചത്. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. മറ്റ് വാർത്തകളിലേക്ക്. KPCC ഭാരവാഹികളുടെ യോഗം തിരുവനന്തപുരത്ത് തുടരുകയാണ്. സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായാണ് യോഗം. സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള മെമ്പർഷിപ്പ് വിതരണം, സർക്കാരിനെതിരായ സമരപരിപാടികൾ തുടങ്ങിയവയും ചർച്ചയാകുന്നുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകും. ഉമേഷ്, എങ്ങനെ പുരോഗമിക്കുന്നു യോഗം? ഇപ്പോഴും ഭാരവാഹി യോഗം തുടരുകയാണ്. ഭാരവാഹികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആദ്യ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ജനറൽ സെക്രട്ടറിമാർ കൂടാതെ വൈസ് പ്രസിഡന്റ്,
വർക്കിംഗ് പ്രസിഡന്റ് അടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായി സർക്കാരിനെതിരെ തുടർ പ്രക്ഷോഭ പരിപാടികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് പ്രധാന അജണ്ട. അതേസമയം സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ശക്തമാക്കുക എന്നുള്ള നിർദ്ദേശവും ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. കൂടാതെ കഴിഞ്ഞ യോഗത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ പുനഃസംഘടന നിർത്തിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശം AI ഗ്രൂപ്പുകൾ ഉന്നയിച്ചിരുന്നു. അത്തരം അപ്പോൾ പക്ഷേ KPCC പ്രസിഡന്റ് അതിനെതിരെ രൂക്ഷമായ നിലപാടെടുത്തു. പക്ഷേ ഇന്ന് അതാരെങ്കിലും ഉന്നയിക്കുമോ എന്നുള്ളത് നിർണായകമാണ്. ഇതുകൂടാതെ കഴിഞ്ഞ ദിവസത്തെ സമരം അടക്കം സമരത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പങ്കെടുത്തിരുന്നില്ല. ആ വിഷയങ്ങൾ ഇന്ന് പരാമർശിക്കപ്പെടുമോ എന്നുള്ളതും നിർണായകമാണ്. കൂടാതെ നേതൃത്വത്തിന് വിവിധ ചുമതലകൾ നൽകേണ്ടതുണ്ട്. ജില്ലയുടെ ചുമതലകൾ, മറ്റ് സംഘടനാ ചുമതലകൾ എന്നിവയെല്ലാം അവയും ഇന്ന് തീരുമാനിച്ചേക്കും. സനീഷ്. ശരി, നന്ദി ഉമേഷ്. സംസ്ഥാനത്ത് ബസ് ചാർജ് വർദ്ധിപ്പിക്കും. മിനിമം ചാർജ് 10 രൂപയാക്കുമെന്നാണ് സൂചന. ഈ മാസം 18-ന് മുമ്പ് ബസ് ഉടമകളുടെ ആവശ്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്ന് ഉടമകളുമായുള്ള ചർച്ചയിൽ മന്ത്രി ഉറപ്പ് നൽകി. കോട്ടയം നാട്ടകം ഗസ്റ്റ് ഹൌസിൽ രാത്രി 10 മണിക്ക് നടന്ന ചർച്ചയിലാണ് സമരം തൽക്കാലത്തേക്ക് പിൻവലിക്കാൻ ബസ് ഉടമകൾ തീരുമാനിച്ചത്. നവംബർ 18-നകം ആവശ്യങ്ങളിൽ തീരുമാനമെടുക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. തുടർ ചർച്ചകൾ നടത്താനും ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നവംബർ 18-ന് മുമ്പ് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ബസ് ഉടമ സംയുക്ത സമിതി പ്രഖ്യാപിച്ചിട്ടുള്ള സമരത്തിൽ നിന്നും പിന്മാറണമെന്നാണ് ഗവൺമെന്റ് അവരോട് അഭ്യർത്ഥിച്ചത്. സമരം പിൻവലിക്കണമെന്നുള്ള ഗവൺമെന്റ് അഭ്യർത്ഥന അവർ അംഗീകരിക്കുകയുണ്ടായി. മിനിമം ചാർജ് അടക്കമുള്ള ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ബസ് ഉടമകൾ. മിനിമം ചാർജ് 12 രൂപയാക്കുക, വിദ്യാർത്ഥികളുടെ നിരക്ക് 6 രൂപയാക്കി വർദ്ധിപ്പിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. മുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച നടത്തിയ ശേഷം തീരുമാനം അറിയിക്കാമെന്നാണ് മന്ത്രി നൽകിയ ഉറപ്പ്. മിനിമം ചാർജ് 10 രൂപയാക്കുമെന്നും സൂചനയുണ്ട്. LDF-ലും ആശയവിനിമയം നടത്തിയ ശേഷമായിരിക്കും ചാർജ് വർധനയിൽ സർക്കാർ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ഇന്ധനവില ഗണ്യമായി കുറഞ്ഞതോടെ മാഹിയിലെ പെട്രോൾ പമ്പുകളിൽ വൻ തിരക്കാണ്. കേന്ദ്രത്തിന് പിന്നാലെ പുതുച്ചേരിയും നികുതി ഒഴിവാക്കിയതോടെയാണ് മാഹിയിൽ തിരക്ക് കൂടിയത്. പെട്രോളിന് 12 രൂപയും ഡീസലിന് 10 രൂപയും കുറഞ്ഞത് ഉപഭോക്താക്കളെ ആകർഷിക്കുകയാണ്. ദീർഘദൂര ചരക്ക് വാഹനങ്ങൾക്കൊപ്പം കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്വകാര്യ വാഹനങ്ങളും ഇപ്പോൾ മാഹിയിൽ നിന്നാണ് ഇന്ധനം നിറക്കുന്നത്. അശ്വിൻ വല്ലത്തിന്റെ റിപ്പോർട്ടിലേക്ക്. പെട്രോളും ഡീസലും തേടിയാണ് ആളുകൾ മാഹിയിലേക്ക് എത്തുന്നത്. വലിയ തിരക്കാണ് ഈ പെട്രോൾ പമ്പുകളിൽ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇന്ധനം നിറക്കാൻ എത്തുന്നവരുടെ. തൊട്ടടുത്ത തലശ്ശേരി, വടകര പ്രദേശങ്ങളിലുള്ളവർ ഇവരൊക്കെ മാഹിയിലെത്തിയാണ് ഇന്ധനം നിറയ്ക്കുന്നത്. അതിനുള്ള ഒരു കാരണം ഇതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേരളവും മാഹിയും തമ്മിലുള്ള പെട്രോൾ ഡീസൽ വിലയിലെ വ്യത്യാസമാണിത്. കേരളത്തിൽ ഇന്നത്തെ ഡീസൽ വില 91 രൂപ 81 പൈസയാണെങ്കിൽ മാഹിയിൽ അത് 80 രൂപ 94 പൈസയാണ്. വ്യത്യാസം 10 രൂപ 87 പൈസ. പെട്രോൾ വില കേരളത്തിൽ 104 രൂപ 56 പൈസയാണെങ്കിൽ മാഹിയിൽ അത് 92 രൂപ 52 പൈസയാണ്. വ്യത്യാസം 12 രൂപ 4 പൈസ. ഇത്ര വലിയൊരു വ്യത്യാസം തന്നെയാണ് ആളുകളെ കൂടുതലായി മാഹിയിലേക്ക് ആകർഷിക്കുന്നതും. 4 രൂപയാണെങ്കിൽ വടകര, ഇവിടെ 92 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ പൈതലും മല പോയിട്ട് വരുവാ. 300 രൂപ കണ്ണടിച്ചത് ഇവിടുന്ന്, താഴെ മാഹിന്ന് അടിച്ചതാ. തിരിച്ചിവിടുത്ത് ഇവിടെ എത്തി ഞങ്ങൾ. ഇവിടെ വടകര അടിക്കാൻ നമ്മൾ തിരിച്ചിവിടെ എത്തൂല. തലശ്ശേരി 5:30 അവിടെ നിന്ന് എണ്ണ അടിക്കേണ്ടി വരും. ഇവിടത്തേക്കുള്ള കറക്റ്റ് എണ്ണ അടിച്ചിട്ട് ഇവിടുന്ന് ഇപ്പം ബാക്കിയുള്ള ഇവിടുന്ന് ഫുൾ ടാങ്ക് ആക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. വലിയൊരു ആശ്വാസമുണ്ട് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ഈ സമയത്ത് നമുക്ക് വലിയൊരു സന്തോഷവും ആശ്വാസമുണ്ട്. അതിൽ നമ്മൾ പ്രത്യേകമായി ഈ പോണ്ടിച്ചേരി ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ചരക്ക് ലോറികൾ, അതേപോലെ ദീർഘദൂര സർവീസ് നടത്തുന്ന ലോറികൾ, ഇവയൊക്കെയാണ് മാഹിയിലെ പമ്പുകളിൽ ഇപ്പോൾ കൂടുതലായും ഇന്ധനം നിറയ്ക്കാൻ എത്തുന്നത്. நல்ல வித்தியாசம். இன்னும் அத்தியாவசியத்துக்கு இன்னும் கொஞ்சம் கம்மியான நல்லா இது நல்லா இஷ்டமாக இருக்கும். மொதல் ரேட்டு 90 ரூபா இருந்தது, 92. அது வேறு தமிழ்நாட்டில் 100 ரூபா 104 இருந்தது. இப்போ கொஞ்சம் குறைச்சி கம்மியாக இருக்குல்ல, கொஞ்சம் சந்தோஷம்தான். இன்னுം கொஞ்சം കമ്മിയാണ്, സന്തോഷമാ ഇരിക്കും. ഒരു ലാഭം വെച്ച് നോക്കുമ്പോൾ നമ്മൾ 100 ലിറ്റർ അടിക്കുന്നതിൽ അത് നല്ല ലാഭം കിട്ടുന്നുണ്ടല്ലോ. അപ്പം മെനക്കെട്ട് ഇവിടെ തന്നെ വന്നടിക്കും. കേരള കസ്റ്റമേഴ്സ് വളരെ കുറവായിരുന്നു, എന്നാലും ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അവർ ആവശ്യത്തിന് മാത്രമേ എടുക്കലുള്ളൂ. ഇപ്പം ഫുള്ളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടാങ്ക് തന്നെ അടിക്കുന്നതാണ്. മൈൻ അടിക്കുന്ന ഏറ്റവും ഗുണമായ ഒരു കാര്യമാണ്. ഏകദേശം ദൂരയാത്രക്കാരിൽ ഇവിടെ തന്നെ അടിക്കുന്നത്. ലോറിക്കാർക്ക് അന്നൊന്നും ഒരേ വാടകയല്ലേ, അതൊന്ന് കൂട്ടി കിട്ടിയാൽ, അല്ലെങ്കിൽ ടാക്സ് ഇൻഷുറൻസ് ഒക്കെ ഒന്ന് കുറച്ച് കിട്ടിയേക്കാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും. അത് കൂട്ടുന്നില്ല, കുറയ്ക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ ലാഭം നോക്കണ്ടേ.
മാഹിയിൽ നിന്ന് നമ്മൾ തിരിച്ചു വീണ്ടും കേരളത്തിന്റെ പരിധിയിലേക്ക് എത്തിയിരിക്കുന്നു. വടകരയിലെ ഒരു പെട്രോൾ പമ്പിലാണ്. പെട്രോളിന് ഇവിടെ 104 രൂപ 87 പൈസ, ഡീസലിന് 92 രൂപ. വലിയൊരു വ്യത്യാസം തന്നെയാണ് പെട്രോൾ ഡീസൽ വിലയിലുള്ളത്. ആടെ ഇപ്പോൾ കച്ചവടം കൂടി. ആടെ ബസ്സിൽ ഇവിടെ വരുന്ന ബസ്സെല്ലാം ഇപ്പോൾ ആടെ നിന്ന് അടിക്കുക, ഹോട്ടലിലും മറ്റേ ലോങ് വണ്ടിയെല്ലാം ഇപ്പോൾ ആടെ നിന്ന് അടിക്കുക. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കുറവാണ് ബിസിനസ്. ഇവിടുത്തെ വില താങ്ങാനാവില്ല, കൂടുതൽ. കോഴിക്കോട് കണ്ണൂർ ജില്ലക്കാർക്ക് മാത്രമല്ല, ഇതര സംസ്ഥാനത്തു നിന്ന് വരുന്ന ചരക്ക് വാഹനങ്ങൾ വരെ മാഹിയിൽ നിന്ന് ഇന്ധനം നിറച്ചു പോകുന്ന ഒരു സ്ഥിതിയുണ്ട്. കോഴിക്കോട് നിന്ന് സ്വരൂപ് നിവേദ്യക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. നടൻ ജോജുവിന്റെ കാർ തകർത്ത കേസിൽ പ്രതികളായ മുൻ മേയർ ടോണി ചമ്മണി ഉൾപ്പെടെയുള്ളവർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിൽ ഇതുവരെ 6 പേരാണ് അറസ്റ്റിലായത്. പെട്രോൾ ഡീസൽ വിലയിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ പ്രതിഷേധം പ്രതിരോധിക്കാൻ ഇടതുമുന്നണി ഒരുങ്ങുന്നു. ഇന്ന് ചേരുന്ന ഇടതുമുന്നണി യോഗം പ്രചാരണ പരിപാടികൾ തീരുമാനിക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനും ആലോചനയുണ്ട്. ഒഴിവു വന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് തന്നെ നൽകാനുള്ള തീരുമാനവും മുന്നണി യോഗത്തിലുണ്ടാകും. ഈ മാസം 29-നാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, അതിശക്തമായ മഴയാണോ ഉണ്ടാവുക? ഏതൊക്കെ ഇടങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് പിന്നാലെയാണ് കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു എന്ന മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. പ്രധാനമായും 5 ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രവചിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ദിവസം, അതായത് ഇന്ന്, നാളെ, മറ്റന്നാളും ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തന്നെയാണ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയും ലഭിക്കാൻ സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 36 മണിക്കൂറിൽ കൂടുതൽ ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. സനീഷ്. ശരി, നന്ദി ഉമേഷ് വിവരങ്ങൾക്ക്. തമിഴ്നാട്ടിൽ അതിശക്തമായ മഴയിലും വെള്ളപ്പൊക്കത്തിലും മരണം 4 ആയി. ചെന്നൈ, തേനി, മധുര ജില്ലകളിലാണ് മരണം റിപ്പോർട്ട് ചെയ്തത്. വിവിധയിടങ്ങളിലായി 60 വീടുകൾ തകർന്നു. ചെന്നൈ, മധുര, ചെങ്കൽപ്പേട്ട് എന്നിവിടങ്ങളിൽ NDRFിന്റെ നേതൃത്വത്തിലാണ് ദുരിതാശ്വാസ പ്രവർത്തനം. സംസ്ഥാനത്ത് 2 ദിവസം മഴ ശക്തമായിരുന്നെങ്കിലും ഇന്ന് രാവിലെ മുതൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മഴ വീണ്ടും ശക്തമായേക്കും എന്നാണ് പ്രവചനം. ആ വിവരങ്ങൾക്ക് മറ്റ് വാർത്തകളിലേക്ക്. ഭോപ്പാലിലെ കമല നെഹ്റു സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 4 കുട്ടികൾ മരിച്ചു. ഇന്നലെ രാത്രിയാണ് ആശുപത്രിയിലെ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ വാർഡിൽ തീപിടുത്തമുണ്ടായത്. 40 കുഞ്ഞുങ്ങളാണ് വാർഡിൽ ഉണ്ടായിരുന്നത്. മറ്റ് കുട്ടികൾ സുരക്ഷിതരാണ് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. മരിച്ച കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണത്തിന് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ ഉത്തരവിട്ടു. അമേരിക്കയിലെ ഷെയിൽ വാതക വ്യവസായത്തിൽ നിന്ന് സമ്പൂർണ്ണ പിന്മാറ്റം പ്രഖ്യാപിച്ച റിലയൻസ് ഇൻഡസ്ട്രീസ്. ഷെയിൽ എണ്ണ വ്യവസായം നടത്തിയിരുന്ന റിലയൻസ് ഈഗിൾ ഫോർഡ് അപ്സ്ട്രീം ലിമിറ്റഡ് എന്ന കമ്പനിയിലെ ഓഹരികൾ പൂർണ്ണമായും വിറ്റൊഴിക്കും. ഓഹരി വിൽപ്പനയ്ക്കായി പ്രമുഖ നിക്ഷേപക സ്ഥാപനമായ എൻസൈനുമായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതോടെ ഷെയിൽ എണ്ണ വ്യവസായത്തിൽ നിന്ന് റിലയൻസ് പൂർണ്ണമായും പിന്മാറി. അമേരിക്കയിലെ ടെക്സസിൽ ഉൾപ്പെടെയുള്ള റിലയൻസിൻ്റെ എല്ലാ ഷെയിൽ വ്യവസായവും കൈമാറുന്നതിൽ ഉൾപ്പെടും. പാറ തുരന്ന് എണ്ണ ഖനനം ചെയ്യുന്ന വ്യവസായമാണ് ഷെയിൽ. കോട്ടയം ബ്രഹ്മമംഗലത്ത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 4-അംഗ കുടുംബത്തിലെ 2 പേർ മരിച്ചു. കാലായിൽ സ്വദേശി സീന, മകൾ സൂര്യ എന്നിവരാണ് മരിച്ചത്. സീനയുടെ ഭർത്താവ് സുകുമാരനും ഇളയ മകൾ സുവർണയും അതീവ ഗുരുതരാവസ്ഥയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. കണ്ണൂർ നെഹർ കോളേജിലെ റാഗിംഗ് കേസിൽ 6 വിദ്യാർത്ഥികൾ അറസ്റ്റിൽ. ഇവരെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. ചെക്കിക്കുളം സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ച് അവശനാക്കിയത്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനുഷ്യൻ കുടിയേറുന്ന പുതിയ ലോകങ്ങൾ. പക്ഷിജാലം പറന്നിറങ്ങുന്ന പുതിയ ശിഖരങ്ങൾ. പേടിച്ചു പലായനം ചെയ്യുന്ന ജീവിവർഗം.
പുതിയ കുളമ്പടി ഒച്ചകളുമായി ലോകം ഈ ആഴ്ച എല്ലാ വ്യാഴാഴ്ചയും രാത്രി 9:30. Special train, special meals, special order. കുറ്റവരാരും തന്നെ ഇവിടെ ഇല്ല. No, a special purpose vehicle. Special correspondent, specialism, speciality, specialization. മാംഗോസ്റ്റീൻ ക്ലബിൻ്റെ പുതിയ ആൽബം ക്രിക്കറ്റ് പാട്ട് ശ്രദ്ധേയമാകുന്നു. പാട്ടിനോടൊപ്പം രാഷ്ട്രീയം കൂടി ചേർത്ത് അവതരിപ്പിക്കുന്ന ഈ മലബാർ കൂട്ടായ്മയിൽ നിന്ന് മുൻപിറങ്ങിയ മാവേലി പാട്ടും പ്രേമപ്പാട്ടും പ്രമേയം കൊണ്ടും അവതരണം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു. ക്രിക്കറ്റ് കളികളുടെ ഗൃഹാതുരത്വം ഉണർത്തുന്ന കുട്ടിക്കാലത്ത് കൂടെയുള്ള ഒരു കടന്നുപോക്ക് കൂടിയാണ് ഈ പാട്ട്. ഒക്ടോബർ 28-നാണ് മാംഗോസ്റ്റീൻ ക്ലബിന്റെ യൂട്യൂബ് ചാനൽ വഴി ക്രിക്കറ്റ് പാട്ട് റിലീസ് ചെയ്യപ്പെട്ടത്. കുട്ടിക്കാലത്തെ ക്രിക്കറ്റ് ഓർമ്മകളിലൂടെയുള്ള കടന്നുപോക്കാണ് ഈ പാട്ട്. സ്റ്റേഡിയങ്ങളിലെ ആർപ്പുവിളികളെ അപ്പാടെ ആവാഹിച്ച് നാട്ടിൻപുറങ്ങളിലെ ഇടവഴികളും വയൽ മൈതാനങ്ങളും സജീവമായ ഒരു കുട്ടിക്കാലത്തെ ഗൃഹാതുരമായി പകർത്തിവെച്ചിട്ടുണ്ട് അണിയറക്കാർ. മതം കളികളിലേക്ക് ചേക്കേറുന്ന അപകടകരമായ വർത്തമാന ഇന്ത്യൻ സാഹചര്യവും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ക്രിക്കറ്റ് പാട്ടിൽ. കോഴിക്കോടുള്ള ഞങ്ങൾ കുറച്ച് പേരുടെ ഒരു സംഗീത കൂട്ടായ്മയാണ് മാംഗോസ്റ്റീൻ ക്ലബ്. പാട്ടിനോടൊപ്പവും കലയോടൊപ്പവും രാഷ്ട്രീയം കൂടി ചേർത്ത് പറയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഞങ്ങളുടെ കലാപ്രവർത്തനത്തിൻ്റെ തന്നെ ഉദ്ദേശ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം ഇന്ത്യ പാകിസ്ഥാനോട് വേൾഡ് കപ്പിൽ പരാജയപ്പെട്ട സമയത്ത് ചില കളിക്കാരെ മാത്രം അവരുടെ മതം അനുസരിച്ച് അവരെ മാത്രം കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നൊരു പ്രവണത കാണുകയുണ്ടായി. മതം വേർതിരിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ ക്രിക്കറ്റിൻ്റെ ആശയം എന്നുള്ളത് നമ്മളെല്ലാവരും ഭിന്നിപ്പിക്കുന്നതിന് പകരം ഒന്നിച്ചു നിർത്തുന്ന ഒരു വികാരമായി മാറട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. ക്രിക്കറ്റ് താരം സഞ്ജു വി സാംസൺ ആൽബം കണ്ട് ക്രിക്കറ്റിന്റെ ഓർമ്മകളുടെ വെളിച്ചവും സന്തോഷവും നിറച്ച ക്രിക്കറ്റ് പാട്ടിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. പാട്ടിന്റെ ഗാനരചനയും സംഗീതവും നിർവഹിച്ചത് അജയ് ജിഷ്ണു സുധയനും സംവിധാനം വിഷ്ണു വിജയനുമാണ്. മറ്റൊരു കളികളിലും ഇല്ലാത്ത വിധം ഓരോ ബോളിലും ലോകചരിത്രം മാറ്റിവരയ്ക്കുന്ന വരവുകളുള്ള ക്രിക്കറ്റ് കളിയെപ്പറ്റി പുതിയ ജാഗ്രതകളും പ്രേക്ഷകന് നൽകുന്നുണ്ട് ക്രിക്കറ്റ് പാട്ടിൽ. രതീഷ് വാസുദേവൻ, ന്യൂസ് 18, വയനാട്. കെട്ടിടമോ ജീവനക്കാരോ ഒന്നുമില്ലാതെ വഴിയരികിൽ ഒരു വായനശാല. അറിവിൻ്റെ അലമാര എന്ന പേരിൽ കൊല്ലം കൊട്ടിയം ജംഗ്ഷനിലാണ് ഏറെ വ്യത്യസ്തമായ ഈ ഗ്രന്ഥശാലയുള്ളത്. എടുക്കുന്ന പുസ്തകങ്ങൾ തിരികെ വെക്കണമെന്ന് സംഘാടകർ നിർദ്ദേശിക്കും. പുസ്തകം മടക്കി നൽകിയില്ലെങ്കിലും പ്രത്യേകിച്ച് പരാതിയോ പരിഭവമോ ഇല്ലതാനും. വളഞ്ഞു പോകാതെ വായിച്ച് വിളയുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാനാണ് കൊട്ടിയം പൗരവേദിയുടെ ഈ ഉദ്യമം. കൊട്ടിയത്ത് റോഡരികിലെ ഈ അറിവിന്റെ അലമാരയിൽ നിന്ന് ആർക്കും പുസ്തകമെടുക്കാം. പഠനോപകരണങ്ങളും പഠന വിജ്ഞാന പുസ്തകങ്ങളും മറ്റ് ഗ്രന്ഥങ്ങളും ഇവിടേക്ക് സംഭാവന ചെയ്യുകയും ചെയ്യാം. പാഠ്യോപകരണങ്ങളും ഇവിടെ നോട്ട്ബുക്കുകളാകാം, പേന, പെൻസില്, അതുപോലെ ഇത്തരത്തിലുള്ള ഏത്
സാധനങ്ങളും ഈ അലമാരയിൽ നിക്ഷേപിക്കാം. അത് ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും, അത് നിർധനരായിട്ടുള്ള ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അത് സ്വന്തമാക്കാം. ഇതാണ് നമ്മുടെ ആശയമെന്ന് പറയപ്പെടുന്നത്. പഠനോപകരണങ്ങളും പഠന പുസ്തകങ്ങളും പൊതുവിജ്ഞാനം നൽകുന്ന പുസ്തകങ്ങളും ആർക്കും സ്വന്തമാക്കാം. എന്നാൽ നോവൽ, കഥ, ജീവചരിത്രം, ആത്മകഥ, യാത്രാവിവരണം തുടങ്ങിയവ തിരികെ അലമാരയിൽ വെക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമുള്ള പുസ്തകങ്ങൾ രേഖപ്പെടുത്താനായി അലമാരയിൽ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ പൗരവേദി കണ്ടെത്തി നൽകും. കൊട്ടിയം പൗരവേദി സംഘടിപ്പിച്ച അക്ഷയപാത്രം ഞങ്ങൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപാട് ഇത് നൽകുന്നു. കാരണം ഞങ്ങളെപ്പോലുള്ള കുട്ടികൾക്ക് വായിക്കാൻ ഒരു ലൈബ്രറി ഒന്നും ഇല്ലാതിരുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും ഞങ്ങൾക്ക് കൊട്ടിയം പൗരവേദി ഒരുക്കിയിരിക്കുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ധനമന്ത്രി KN ബാലഗോപാലാണ് അറിവിന്റെ അലമാര നാടിന് തുറന്നുകൊടുത്തത്. +2-നും മെഡിക്കൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്കുമുള്ള പുസ്തകങ്ങളും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മഹാത്മാഗാന്ധിയുടെയും ഗൗരിയമ്മയുടെയും ആത്മകഥകൾ, ഡാർവിന്റെ പരിണാമം, അധ്യാത്മരാമായണം, വിങ്സ് ഓഫ് ഫയർ, കമല സുരയ്യയുടെയും വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും കൃതികൾ തുടങ്ങി നിരവധി പുസ്തകങ്ങൾ അലമാരയിലുണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം VV വിനോദ്, ന്യൂസ് 18 കൊല്ലം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. നമസ്കാരം.